പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് പഠിക്കാനുള്ള അടുത്ത പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് എഴുത്തച്ഛൻ്റെ ലക്ഷ്മണ സാന്ത്വനം എന്ന കവിതയാണ് പഠിക്കാനുള്ളത്. അധ്യാത്മ രാമായണത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് എഴുത്തച്ഛനെ കുറിച്ചിട്ട് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇതിൽ മലപ്പുറം ജില്ലയിലെ തിരൂർ തൃക്കണ്ടിയൂരിലെ തുഞ്ചൻ പറമ്പാണ് എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം. എഴുത്തച്ഛൻ്റെ പേര്, കാലം, കൃതികൾ ഇവയെക്കുറിച്ചിട്ടൊക്കെ ഏകാഭിപ്രായമല്ല പൊതുവെ നിലവിലുള്ളതും. ഇപ്പോൾ ക്രിസ്തുവർഷം 1475 1575 ഇടയിലാണ് എഴുത്തച്ഛൻ്റെ ജീവിതകാലം എന്ന് വിശ്വസിച്ചു പോരുന്നു. അതുപോലെ യഥാർത്ഥ പേര് രാമൻ എന്നാണെന്ന് ആർ നാരായണ പണിക്കർ പറയുന്നു. എന്നാൽ രാമാനുജൻ എന്ന പേരാണ് പൊതുവെ അംഗീകരിച്ച് പോരുന്നതും. അപ്പോൾ അതുപോലെ തന്നെ പ്രാചീന കവികളുടെ ഊരും പേരും ജീവിതകാലവും മലയാളികൾക്ക് എന്നും തർക്ക വിഷയമാണല്ലേ. അപ്പോൾ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിച്ച് നമ്മളെല്ലാവരും ആദരിക്കുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കാര്യവും വ്യത്യസ്തമല്ല. 14-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള വ്യത്യസ്ത കാലങ്ങൾ ഇദ്ദേഹത്തിൻ്റേതായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഭൂരിപക്ഷം പേരും പിന്താങ്ങുന്നത് 16-ാം നൂറ്റാണ്ടിനെയാണ്. അപ്പോൾ ഭാഷയിലെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രചാരകന്മാരിൽ പ്രമുഖനായിരുന്ന എഴുത്തച്ഛൻ മലയാള സാഹിത്യത്തിന് മുൻപെങ്ങുമില്ലാതിരുന്ന ഒരു ആത്മഗൗരവം നേടിക്കൊടുത്തു. എഴുത്തച്ഛൻ്റെ കൃതികളായി സംശയലേശമന്യേ കരുതിപ്പോരുന്ന അധ്യാത്മരാമായണം, ഭാരതം എന്നീ കിളിപ്പാട്ടുകൾ പൊതുവെ പറഞ്ഞാൽ തർജ്ജമകളാണെങ്കിലും സൂക്ഷ്മവിചിന്തനത്തിൽ അനുഗ്രഹീതമായ ഒരു കവിപ്രതിഭയുടെ വിലാസം അവയിൽ നമുക്ക് കണ്ടെത്താവുന്നതുമാണ്. നമുക്ക് ഭക്തിപ്രസ്ഥാനത്തിലേക്ക് വരാം. അപ്പോൾ ഏതാണ്ട് 16-ാം നൂറ്റാണ്ടോടെയാണ് ഇന്ത്യയിലുടനീളം ഭക്തിപ്രസ്ഥാനം ശക്തി പ്രാപിച്ചു തുടങ്ങിയതും. ശിവസ്തുതികൾ പാടിക്കൊണ്ടുള്ള നായന്മാരും വിഷ്ണു സ്തുതികൾ പാടിക്കൊണ്ട് ആഴ്വാന്മാരും സഞ്ചരിച്ചു എന്നുള്ളതാണ്. ഹിന്ദിയിൽ നിന്ന് കബീർദാസ്, തുളസീദാസ്, സൂർദാസ് ഇവരും, തമിഴിൽ കമ്പരും, അതുപോലെ തമിഴിൽ വരുന്നത് കമ്പര് ഭക്തികാവ്യങ്ങൾ എഴുതി. ഇപ്പോൾ ഭക്തിപ്രസ്ഥാനത്തിന് കേരളത്തിൽ വേരോട്ടം ലഭിച്ചത് മലയാളം ഒരു സ്വതന്ത്ര ഭാഷ എന്ന നിലയിൽ വ്യക്തിത്വം നേടാൻ തുടങ്ങിയ കാലത്താണ്. ഇപ്പോൾ മലയാളം സ്വതന്ത്രമായൊരു ഭാഷ എന്ന് നമ്മൾ പറയുന്നത് ആദ്യം സംസ്കൃതമൊക്കെ ഇടകലർന്നിട്ടുള്ളൊരു ഭാഷയായിരുന്നു. പിന്നീടാണ് നമുക്ക് ഇവിടെ സംസ്കൃതത്തിൻ്റെയൊക്കെ ബാഹുല്യം ക്രമേണ ഒന്ന് കുറഞ്ഞുകൊണ്ട് ഒരു ശുദ്ധ മലയാളം എന്ന രീതിയിലേക്ക് നമുക്ക് നല്ല ഭാഷ വന്നു ചേർന്നത് എഴുത്തച്ഛൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലാണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ കേരളത്തിൻ്റെ ഭക്തിപ്രസ്ഥാന ചരിത്രത്തിൽ ശ്രീ ശങ്കരാചാര്യർക്ക് വലിയ സ്ഥാനമുണ്ട്. ക്രിസ്തുവർഷം 9-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാരായ കുലശേഖര ആഴ്വാർ, അതുപോലെ ചേരമാൻ പെരുമാൾ, നായന്മാർ തുടങ്ങിയവരുടെ സ്തോത്രങ്ങളുമൊക്കെ ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. 13-ാം ശതകത്തിൽ രാമചരിതകാരനും അദ്ദേഹത്തിൻ്റെതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നീട് കണ്ണശന്മാരുടെ കൃതികളും അയ്യപ്പിള്ളി ആശാൻ്റെ രാമകഥാപാട്ടും ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയുമെല്ലാം ഭക്തിയുടെ തുടർച്ചകളായി കണക്കാക്കാം. 16-ാം നൂറ്റാണ്ടിൽ വൈഷ്ണവ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ അലയൊലികൾ ഭാരതത്തിലെങ്ങും അലയടിച്ചുയർന്ന ഘട്ടത്തിൽ കേരളത്തിൽ അതിൻ്റെ നായകസ്ഥാനത്തേക്ക് ഉയർന്നത് എഴുത്തച്ഛനായിരുന്നു. സാംസ്കാരികമായി ജീർണാവസ്ഥയിൽ കിടന്നിരുന്ന കേരളീയ സമുദായത്തെ പുനരുദ്ധരിക്കുക എന്ന മഹത്തായ ദൗത്യം നിറവേറ്റുകയായിരുന്നു എഴുത്തച്ഛൻ. ഇനി നമുക്ക് എഴുത്തച്ഛനെ പറയുമ്പോൾ നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം. അപ്പോൾ കിളിയെ കൊണ്ട് പാടിക്കുന്ന പാട്ട് എന്ന നിലയിൽ കിളിപ്പാട്ട് എന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാവ്യപ്രസ്ഥാനം മലയാളത്തിൽ
പ്രതിഷ്ഠിതമാവുന്നത് എഴുത്തച്ഛനോട് കൂടിയാണ്. അപ്പോൾ അതിനു മുൻപും അരയന്നം, കുയിൽ, വണ്ട് മുതലായവയെ കൊണ്ടൊക്കെ പാടിച്ചിരുന്ന സമ്പ്രദായം ഭാഷയിൽ ഉണ്ടായിരുന്നു. തമിഴിലും അതേപോലെ കിളിവിടുത്ത് എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എങ്കിലും ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ സ്ഥാനം നേടുന്നത് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകളിലൂടെയാണ്. എഴുത്തച്ഛൻ കിളിപ്പാട്ട് രീതി സ്വീകരിച്ചതിന് പല കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ അറം പറ്റാതിരിക്കാൻ വേണ്ടിയെന്നും സരസ്വതി ദേവിയുടെ കയ്യിലുള്ള ശുഖത്തെ അനുസരിച്ചുകൊണ്ടെന്നും പുരാണ കഥാകർത്താവായ ശുഗ മഹർഷിയെ ഓർത്തുകൊണ്ടാണെന്നും തമിഴിലെ പൈങ്കിളി കണ്ണി, പരാപര കണ്ണി എന്നീ വൃത്തങ്ങളെ അനുകരിച്ചാണെന്നുമൊക്കെ പല വാദഗതികൾ ഉണ്ട് ഈ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിനെ കുറിച്ച്. എന്നാൽ അതിനൊന്നും വേണ്ടത്ര ആധികാരികത ഇല്ല. കിളിപ്പാട്ടിൽ ഉപയോഗിക്കുന്ന പല വൃത്തങ്ങൾക്കും തമിഴ് വൃത്തങ്ങളുമായി സാദൃശ്യമുള്ളതായി കാണാം. ഇപ്പോൾ കേക, കാകളി, കളകാഞ്ചി, അന്നനട എന്നിവയാണ് പ്രധാന കിളിപ്പാട്ട് വൃത്തങ്ങൾ. അപ്പോൾ എഴുത്തച്ഛൻ കൃതികളിലൂടെ ഇവയ്ക്ക് വലിയ പ്രചാരം ലഭിച്ചു. പാട്ട്, മണിപ്രവാളം എന്നിവയുടെ ഇടകലർന്ന ഒരു മേളനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കാവ്യ സരണിയാണ് എഴുത്തച്ഛൻ ഉദ്ഘാടനം ചെയ്തത്. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും മാത്രം മതി കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ സമ്പന്നമാക്കാൻ. അപ്പം നമ്മൾ ഇത്രയൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഉണ്ട്. ചോദിക്കാറുണ്ട് എക്സാമിനൊക്കെ കിളിപ്പാട്ട് പ്രസ്ഥാനം കുറിപ്പെഴുതുക, ഭക്തി പ്രസ്ഥാനം കുറിപ്പെഴുതുക, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ എഴുത്തച്ഛനും ഭക്തി പ്രസ്ഥാനവും എന്ന രീതിയിലേക്കും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. അതിന് ശേഷം ഇപ്പം നമുക്കൊരു ചെറിയൊരു തുടക്കം എന്ന രീതിയിലേക്ക് പറയുന്നുള്ളൂ. പിന്നീട് നമുക്ക് കവിത വിശദമായിട്ട് പഠിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കുക.